എല്ലാവർക്കും ഹന്നാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇപ്പോൾ ചൂടുകാലമൊക്കെയാണല്ലോ, അതുപോലെ തന്നെ മാങ്ങ ഒക്കെ ഇപ്പോൾ ധാരാളം കിട്ടുന്ന സീസണുമാണ്. ഈ ചൂടുകാലത്ത് നമുക്ക് മാങ്ങ കൊണ്ടുള്ളൊരു ഐസ്ക്രീം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീമാണിത്. അതിനുവേണ്ടി സാധനങ്ങളൊക്കെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഞാനിവിടെ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ ഹെവി ക്രീം വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഇതിന് പകരം വിപ്പിംഗ് പൗഡറും വേണമെങ്കിൽ ഈ ഐസ്ക്രീമിൽ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ 1/2 ലിറ്ററാണ് വിപ്പിംഗ് ക്രീം എടുത്തിരിക്കുന്നത്. അതുപോലെ മധുരത്തിന് വേണ്ടി ഞാനിതിൽ പഞ്ചസാര ചേർക്കുന്നില്ല, കണ്ടൻസ് മിൽക്കാണ് ചേർക്കുന്നത്. ഇതിപ്പോൾ ഞാനൊരു 400 ഗ്രാമിൻ്റെ ടിന്നാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതുപോലെ പഴുത്ത മാങ്ങ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 4 മാങ്ങയാണ് ഞാനിതിൽ ചേർക്കാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു 3/4 കിലോളം ഉണ്ട്. പിന്നെ അധികം നാരൊന്നും ഇല്ലാത്ത മാങ്ങ ആയിരിക്കും ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടി നല്ലത്. നമുക്ക് ഈ മാങ്ങ നല്ലപോലെ കഴുകിയിട്ട് ഒന്ന് ചെത്തി കഷ്ണങ്ങളാക്കി എടുക്കാം. ഞാനിവിടെ ഈ 4 മാങ്ങയും ചെത്തി ഇവിടെ കഷ്ണങ്ങളാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഞാനിത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ പോകുന്നത്. ഇതിന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തോണ്ട് വരാം. ഇതിപ്പോൾ നന്നായിട്ട് അടിഞ്ഞു കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഒന്ന് അളന്ന് നോക്കാം. ഇതൊന്ന് അളന്ന് നോക്കിയപ്പോൾ ഏകദേശം 1.5 കപ്പോളം ഉണ്ട്. 1.5 കപ്പ് പൾപ്പാണ് ഈ 4 മാങ്ങ അടിച്ചെടുത്തപ്പോൾ കിട്ടിയത്. അത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് വിപ്പ് ചെയ്തെടുക്കണം. അതൊന്ന് വിപ്പ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഈ ബൗളും അതുപോലെ ഈ മിക്സറിൻ്റെ ബീറ്ററും നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. നമ്മുടെ റൂം ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ ഇത് നന്നായിട്ട് തണുപ്പിച്ചെടുത്താൽ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിലോട്ട് ഞാൻ 1/2 ലിറ്റർ വിപ്പിംഗ് ക്രീം ഒഴിക്കുകയാണ്. ഇത് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതാണ്. ഇനി നമുക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു ലോ സ്പീഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാനത് സ്പീഡ് കൂട്ടിയാണ് ഇത് വിപ്പ് ചെയ്യുന്നത്. സാധാരണ വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ ഹെവി ക്രീമൊക്കെ ബീറ്റ് ചെയ്യുമ്പോൾ ഒരു 6-7 മിനിറ്റെങ്കിലും വിപ്പ് ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ ഉള്ളൂ ആ സോഫ്റ്റ് പീക്സ് കിട്ടത്തുള്ളൂ. ഇപ്പോൾ സോഫ്റ്റ് പീക്സ് ആയിട്ടുണ്ട്. നമുക്കിനി ഹാൻഡ് മിക്സർ ഓഫ് ചെയ്യാം. ഓവറായിട്ട് ബീറ്റ് ചെയ്യരുത്. ഓവറായിട്ട് ബീറ്റ് ചെയ്താൽ നമ്മളിത് വീണ്ടും ഈ വിപ്പിംഗ് ക്രീം ലൂസായി പോകും. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യത്തിന് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടിൻ കണ്ടൻസ് മിൽക്ക് ഇതിലോട്ട് ഒഴിക്കുന്നുണ്ട്. ഈ മാങ്ങയ്ക്ക് അല്പം മധുരം കുറവായതുകൊണ്ടാണ് ഞാൻ 1 ടിന്ന് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല മധുരമുള്ള മാങ്ങ ആണെങ്കിൽ 3/4 ടിൻ കണ്ടൻസ് മിൽക്ക് ആയാലും മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്യാം. ഞാനൊരു 2 തുള്ളി വാനില എസൻസും കൂടി ചേർക്കുന്നുണ്ട്. വാനില എസൻസ് ചേർക്കുമ്പോൾ ഐസ്ക്രീമിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമ്മൾ മുമ്പ് എടുത്തു വെച്ചിരിക്കുന്ന 1.5 കപ്പ് മാങ്ങയുടെ പൾപ്പ് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഈ ഐസ്ക്രീമിലോട്ട് ഒരു 2 തുള്ളി യെല്ലോ ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. ഈ ഫുഡ് കളർ ചേർക്കുമ്പോൾ ഇതിന് നല്ലൊരു കളർ കിട്ടും. ഇത് ഓപ്ഷണൽ സ്റ്റെപ്പാണ്. ഇത് താല്പര്യമില്ലാത്തവർക്ക് ഇത് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഈ ഐസ്ക്രീം ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. നമ്മൾ ഫ്രീസറിൽ ഇത് ഐസ്ക്രീം സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുമ്പോൾ എപ്പോഴും അത് എന്തെങ്കിലും കൊണ്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്യുന്നത് നന്നായിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ അതിൽ ഐസ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യത്തില്ല. ഇനി നമുക്കിതൊന്ന് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്യാം. അതിൻ്റെ ബാക്കി ഐസ്ക്രീം നമുക്ക് ഈ ഒരു പാത്രത്തിലും കൂടെ ഒഴിച്ച് വെച്ച് അതൊന്ന് കവർ ചെയ്തിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ ഞാൻ ഫ്രീസറിൽ ഐസ്ക്രീം സെറ്റാകാൻ വേണ്ടി വെച്ചിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് അതിനുശേഷം ഞാനിതൊന്ന് പുറത്തെടുത്തിരിക്കുകയാണ്. ഇതിനി ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കും. അങ്ങനെ ഇടയ്ക്ക് ഒരു 1-2 പ്രാവശ്യമെങ്കിലും
ഈ ഐസ്ക്രീം ഒന്ന് വെളിയിലെടുത്ത് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഫ്രീസറിൽ വെച്ചാൽ നല്ലതായിരിക്കും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഇതുപോലെ നന്നായിട്ട് കവർ ചെയ്ത് നമുക്കൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇതിപ്പോൾ ഞാനൊരു 6 മണിക്കൂർ കഴിഞ്ഞ് ഈ ഐസ്ക്രീം ഫ്രീസറിൽ നിന്ന് എടുത്തിരിക്കുവാണ്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി സെർവ് ചെയ്യാം. ഓവർനൈറ്റ് വെച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു 6-7 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്യണം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐസ്ക്രീമാണിത്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്തായാലും നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഐസ്ക്രീമിനെക്കാട്ടി നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുക്കുന്ന ഐസ്ക്രീം തന്നെയായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം.